ഒരു ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു എത്നിക് ഡെമോക്രസിയാണ്, വംശീയ ജനാധിപത്യമാണ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ ഭരണഘടനാ ജനാധിപത്യത്തെയും റിപ്പബ്ലിക് എന്ന് പറയുന്ന സങ്കല്പത്തെയും തുല്യ പൗരത്വത്തെയും നിരാകരിച്ചുകൊണ്ട് ഈ മൂന്ന് ആശയങ്ങൾ, ഒന്ന് റിപ്പബ്ലിക് എന്ന് പറയുന്ന സങ്കല്പം, മൂന്ന് ഭരണഘടനാ ജനാധിപത്യം, രണ്ട് ഭരണഘടനാ ജനാധിപത്യം, മൂന്ന് തുല്യ പൗരത്വം എന്ന് പറയുന്ന സങ്കല്പത്തെ നിരാകരിക്കുന്നു. അതേസമയം ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. അത് വംശീയ ജനാധിപത്യമാണ്. ആ വംശീയ ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഒരു ഭൂരിപക്ഷം മതവാദം മാത്രമല്ല, അതൊരു മജോറിറ്റേറിയനിസം മാത്രമായി പ്രവർത്തിക്കുന്ന ഒന്നല്ല. മാത്രമല്ല പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഒരു വിശദീകരണത്തിൽ നമ്മൾ സാധാരണ പറയും ഒരു ഭൂരിപക്ഷ രാഷ്ട്രീയം, അല്ലെങ്കിൽ ജനാധിപത്യ ഭൂരിപക്ഷം എന്ന് പറയും. അതാണല്ലോ ജനാധിപത്യ ഭൂരിപക്ഷത്തെയാണ് സാധാരണ പാർലമെൻ്ററി വ്യവസ്ഥ ക്രമം പിന്തുടരുന്ന രാഷ്ട്ര സമൂഹങ്ങളെല്ലാം നമ്മൾ രാഷ്ട്രീയ ജനാധിപത്യം നിർവചിക്കുന്നുള്ളതാണ്. ഇത് കമ്മ്യൂണൽ മജോറിറ്റി ഈസ് കൺസിഡേർഡ് ആസ് ദി പൊളിറ്റിക്കൽ മജോറിറ്റി. കമ്മ്യൂണൽ മജോറിറ്റി ഈസ് കൺസിഡേർഡ് ആസ് ദി പൊളിറ്റിക്കൽ മജോറിറ്റി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വർഗീയ ഭൂരിപക്ഷത്തെ, മതഭൂരിപക്ഷത്തെ രാഷ്ട്രീയ ഭൂരിപക്ഷമായി കാണുന്നു എന്നുള്ളത്. അതാണ് എത്നിക് ഡെമോക്രസി എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ സ്വഭാവമാണ്. എത്നിക് ഡെമോക്രസി എന്ന് പറയുന്നത് അതാണിപ്പോൾ വേറെ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ചരിത്രത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ഈ കൊളോണിയൽ ആധുനികതയുടെ പക്ഷത്തിലുണ്ടായി വന്ന നമ്മൾ സാധാരണ നവോത്ഥാനം അല്ലെങ്കിൽ ജാതിവിരുദ്ധമായിട്ടുള്ള സാമൂഹ്യ നവീകരണ പ്രക്രിയകൾ, ജാതിവിരുദ്ധമായിട്ടുള്ള പ്രക്രിയകളൊക്കെ ഉണ്ടായി വരും, അല്ലെങ്കിൽ മതജാതി പരിഷ്കരണ പ്രക്രിയ ഉണ്ടായി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ അബ്രാഹ്മണ പ്രസ്ഥാനങ്ങളും ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളും സാമൂഹിക നീതി പ്രസ്ഥാനങ്ങളൊക്കെ പരമ്പരാഗതമായ ഹിന്ദു മതത്തിനെ നിയന്ത്രിക്കുകയും അതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളും പ്രായോജകരുമായി നിലനിൽക്കുകയും ജാതി വംശീയ ബ്രാഹ്മണ്യ അധികാരത്തെ നിലനിർത്തുകയും ചെയ്ത ജാതി ഹിന്ദുക്കൾ എന്ന് വിളിച്ചിരുന്ന ആളുകൾ, ജാതി ഹിന്ദുക്കൾ, കാസ്റ്റ് ഹിന്ദുസ് എന്ന് വിളിച്ചിരുന്ന ആളുകൾക്കെതിരായി, ആളുകളെന്ന് കേവലം വ്യക്തികൾക്ക് മാത്രമല്ല അവരുടെ ആധിപത്യത്തിനെതിരായിട്ടായിരുന്നു ഈ നവോത്ഥാന പ്രക്രിയകളും നവോത്ഥാന സമരങ്ങൾ. കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലെ മറ്റ് പല പ്രദേശങ്ങളാണെങ്കിൽ പോലും നവോത്ഥാന ആധുനികതയുടെ ഉള്ളിൽ സാമൂഹ്യ പരിഷ്കരണമായി, ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളായി, സാമൂഹ്യ നീതി പ്രസ്ഥാനങ്ങളായി, ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനങ്ങളായി എല്ലാം ഉണ്ടായി വരുന്നത് ജാതി ഹിന്ദുക്കൾ എന്ന് പറയുന്ന പരമ്പരാഗതമായി സമൂഹത്തിൽ അധികാരം സ്ഥാപിച്ചെടുത്ത ഈ തൈവർണിക ആധിപത്യത്തിനെതിരായ ചോദ്യം ചെയ്യലുകളായിരുന്നു എന്നുള്ളതാണ്. അക്കാലത്ത് ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ സാമൂഹികമായി തുല്യരായി അംഗീകരിക്കാത്തവരെ, തങ്ങൾക്ക് ആധുനികമായിട്ടുള്ള പൗരാവകാശങ്ങൾ നൽകാത്ത, അതിന് തടസ്സം നിൽക്കുന്ന ആളുകളെ, തങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ വിഭവങ്ങളും രാഷ്ട്രീയ അധികാരത്തിലും പങ്കാളിത്തം ലഭിക്കുവാൻ ഇതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണോ അതിനെ ഞങ്ങൾ നിരാകരിക്കും എന്നുള്ളതായിരുന്നു. അതാണ് സാധാരണ ഹിന്ദു മതത്തെ നിരാകരിക്കുന്ന പ്രക്രിയയായി, ഹിന്ദു മതത്തിനെതിരായിട്ടുള്ള പ്രക്രിയയായി, മതം മാറ്റത്തിന് വേണ്ടിയുള്ള പ്രക്രിയയായി, ചിലപ്പോഴൊക്കെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള പ്രക്ഷോഭങ്ങളായി, അല്ലെങ്കിൽ ഐത്തത്തിനെതിരായ പ്രക്ഷോഭങ്ങളായി പല രൂപങ്ങളിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഈ പ്രക്രിയയുടെ ഒരു നിശ്ചിതമായ ഘട്ടത്തിൽ 1920കളിലൊക്കെ ആയപ്പോഴേക്ക് ഈ മതം മാറ്റം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട, കേരളത്തിൽ പോലും ഈ SNDP പ്രസ്ഥാനം ഉൾപ്പെടെ മതം മാറി ഞങ്ങൾ മറ്റു ഇസ്ലാമിലേക്കും ക്രിസ്ത്യാനിയിലേക്കും മാറിപ്പോവുകയും വി ആർ നോട്ട് ഹിന്ദുസ് ആൻഡ് നെവർ ഹിന്ദുസ് എന്ന് പറയും. ഞങ്ങൾ ഹിന്ദുക്കളല്ല, ഞങ്ങൾ അയിത്ത ജാതിക്കാരാണ്, ഞങ്ങൾ ഹിന്ദുക്കളല്ല, ഞങ്ങൾ പിന്നോക്കക്കാരാണ്, ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്ന രീതിയിലുള്ള വലിയൊരു രാഷ്ട്രീയ സംവാദ മണ്ഡലം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനം. ഈ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഈ ജാതി ഹിന്ദുക്കളുടെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. കൂടുതലും ജാതി ഹിന്ദുക്കളുടെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുകയും ഹിന്ദു മഹാസഭ, അതുപോലെ തന്നെ ശുദ്ധി പ്രസ്ഥാനങ്ങൾ ഒക്കെ ഉണ്ടായി വരുന്നത് ഈ കീഴാള പിന്നോക്ക ജാതി വിഭാഗങ്ങളുടെ പക്ഷത്തു നിന്നുണ്ടായ ബ്രാഹ്മണ്യ വിരുദ്ധവും ജാതി വിരുദ്ധവുമായ ആശയങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ആധുനികമായ കൊളോണിയൽ ഭരണകൂടമുണ്ട്, അതിൻ്റെ നിയമ സംവിധാനങ്ങളുണ്ട്, ഇവർ കീഴാള ബഹുജനങ്ങൾ ആർജിച്ച രാഷ്ട്രീയവും വൈജ്ഞാനികവുമായിട്ടുള്ള ശേഷികളുണ്ട്. അതുകൊണ്ട് ഇവരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പോയി പണി നോക്കാൻ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഭൂരിപക്ഷ ഹിന്ദു എന്ന് പറയുന്നൊരു സങ്കല്പം നിർമ്മിച്ചിട്ടെടുത്തുകൊണ്ട് ഈ പറയുന്ന പിന്നോക്കനെയും
ദളിതരെയും ആദിവാസികളെയും മറ്റെല്ലാ വിഭാഗങ്ങളെയും ഹിന്ദുവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആധുനിക ഇന്ത്യയിൽ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണെന്നുള്ള ഒരു സങ്കല്പം രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെടുന്നു. അതിനു മുമ്പ് തന്നെ കൊളോണിയൽ സെൻസസിലൊക്കെ, കൊളോണിയൽ എഴുത്ത് സംസ്കാരത്തിലും കൊളോണിയൽ സെൻസസിലൊക്കെ ഹിന്ദുക്കൾ ഭൂരിപക്ഷം എന്ന രീതിയിൽ പല രീതിയിലുള്ള കണക്കെടുപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സാംസ്കാരികമായി, സാമൂഹികമായി, മതപരമായി തങ്ങളുടെ അസ്തിത്വം, തങ്ങൾ ഹിന്ദുക്കളാണെന്ന് സ്വയം പറയാത്ത വിധം അവർ സാമൂഹികമായി പുറന്തള്ളപ്പെട്ടവരായിരുന്നു. ഇപ്പോൾ സവർണ ഹിന്ദുക്കൾ, ജാതി ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി പോകുമോ എന്നുള്ള വലിയൊരു പ്രതിസന്ധിയുടെ രാഷ്ട്രീയ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണെന്നും ചരിത്രത്തിൽ വേദകാലഘട്ടം മുതൽ ഒരു ഭൂരിപക്ഷ ഹിന്ദു ഇവിടെ ഉണ്ടായിരുന്നുവെന്നും മനസ്സിലായോ. ഇതിനൊക്കെ തടസ്സം നിന്നതും അതിനൊക്കെ വെല്ലുവിളി ഉയർത്തിയതും മധ്യകാലഘട്ടത്തിലെ സുൽത്താന്മാരുടെയും മുഗളന്മാരുടെയും ദുർഭരണമാണെന്നും സ്ഥാപിച്ചെടുക്കേണ്ടതിൻ്റെ ഒരു ദുർഭരണമായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് ജാതി, അയിത്തം, ഈ പറയുന്ന രീതി സ്ത്രീകളെ മാറ്റി നിർത്തുന്ന പർദ്ദ സംവിധാനം, മറ്റങ്ങനെയുള്ള ഒട്ടനവധി സാമൂഹികമായ അനാചാരങ്ങളും സാമൂഹികപരമായിട്ടുള്ള കൊള്ളരുതായ്മകളെല്ലാം തന്നെ മധ്യകാലത്തിൽ ഇസ്ലാമിക സുൽത്താനേറ്റ് മുഗൾ ഭരണത്തിൻ്റെ ദുർഭരണത്തിൻ്റെ ഉൽപ്പന്നമായി സ്ഥാപിച്ചെടുക്കുവാനുള്ള ശ്രമം ഉണ്ടായി വന്നു എന്നുള്ളതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് ബ്രാഹ്മണ്യം എന്ന് ഞാൻ വിളിക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദുത്വ മേൽക്കോയ്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭൂരിപക്ഷ മതവാദ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യയശാസ്ത്രം രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെടുന്നത്. അങ്ങനെയാണ് പല പ്രസ്ഥാനങ്ങളും ഇതുണ്ടായി വരുന്നത്. ഒരു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സജീവമായ ഒരു സന്ദർഭത്തിലാണ് ഇതുണ്ടായി വരുന്നത്. ഒന്ന്, ഇവിടെ കൊളോണിയൽ വിരുദ്ധമായൊരു ദേശീയത നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി സമൂഹത്തിലുള്ള ഇത്തരം ഭേദരൂപങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അയിത്തമാണെന്ന് മനസ്സിലാക്കുന്ന രീതി ഉണ്ടാകും. ജാതിയെ പ്രശ്നവൽക്കരിക്കാതെ അയിത്തം എന്ന് പറയുന്ന പ്രത്യക്ഷമായിട്ടുള്ള ഭേദരൂപങ്ങളുടെയും മാറ്റി നിർത്തലിൻ്റെയും ഒക്കെ ഒരു പ്രശ്നമാണെന്നും, അതുകൊണ്ട് അയിത്തം പരിഹരിച്ചാൽ ഈ ഭേദരൂപങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുമെന്നും ഉണ്ടാകുന്നൊരാശയം രാഷ്ട്രീയ ഹിന്ദുക്കൾ എന്ന് ഞാൻ പറയുന്ന ഇവിടെ ഉദ്ദേശിക്കുന്നത്, ദേശീയ പ്രസ്ഥാനത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധമായ നിലപാടെടുക്കുകയും ഇന്ത്യക്കാരൊരു ദേശീയ ജനതയാവണം, ഇന്ത്യക്ക് ഒരു ദേശീയ രാഷ്ട്രമാവണം, ബ്രിട്ടീഷ് വിരുദ്ധ കൊളോണിയൽ വിരുദ്ധമായ ഒരു ആശയത്തിലൂടെ ഇന്ത്യക്കാരെ ഒരുമിപ്പിച്ചൊരു ദേശീയ ജനതയാക്കണം. അത് അയിത്തജാതിക്കാരും മുസ്ലിങ്ങളും സവർണരും അവർണരും എല്ലാം ഉൾപ്പെടുന്ന ഒരു ദേശീയ ജനതയെ നിർമ്മിക്കണം. അതിന് തടസ്സമായി നിൽക്കുന്ന സാമൂഹിക ഭിന്നതകളെ, സാമൂഹികമായ വേർതിരിവുകളുടെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ രൂപം അയിത്തമാണെന്ന് മനസ്സിലാക്കും. അയിത്തോച്ചാടനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പരിപാടിയായി സാമൂഹികമായി ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള കേരളത്തിലെ പല അയിത്ത വിരുദ്ധ അല്ലെങ്കിൽ അയിത്തോച്ചാരണ പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ദേശീയ രാഷ്ട്രീയ സന്ദർഭം. പക്ഷെ അപ്പോഴും ഈ ബ്രാഹ്മണ്യത്തിൻ്റെ അടിത്തറയിൽ നിലനിന്ന ഒരു ഭൂരിപക്ഷ ഹിന്ദു രാഷ്ട്രവാദം ഒരിക്കലും ഈ അയിത്തോച്ചാരണ പ്രക്രിയയിൽ ഏർപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഉദാഹരണം പറയാം. അംബേദ്കർ 1927 മഹഡിൽ വലിയൊരു സത്യാഗ്രഹ സമരം നടത്തുന്നു. 27 മാർച്ച് മാസം 15 ആരംഭിക്കുന്നത്. ഏകദേശം ഒരു വർഷക്കാലത്തോളം നീണ്ടു നിന്ന സമരം. ഡിസംബർ അവസാനമാണത് അവസാനിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അതിനൊരു പരിസമാപ്തി വരുന്നത് 10 വർഷത്തിന് ശേഷമാണ്. പരിസമാപ്തി വരുന്ന പറഞ്ഞാൽ മഹഡ് ടാങ്കിൽ പ്രവേശിക്കാനുള്ള സർക്കാർ അനുവദിച്ചു, പിന്നെ അവിടുത്തെ പ്രാദേശിക കോടതി അനുവദിച്ചെങ്കിൽ പോലും ബോംബെ ഹൈക്കോടതിയിൽ ഒരു കേസ് നടന്നു. ബോംബെ ഹൈക്കോടതി കേസ് അവസാനിക്കുന്നത് 10 വർഷത്തിന് ശേഷം. അന്ന് യഥാർത്ഥത്തിൽ ഈ മഹഡ് സത്യാഗ്രഹത്തിൽ ഈ അംബേദ്കർ ഉൾപ്പെടെ ഉള്ള ആളുകൾ മഹഡിൽ ടാങ്കിൽ ഇറങ്ങി വെള്ളം പബ്ലിക്കായി കുടിക്കുകയും അങ്ങനെ ലംഘിക്കുകയും ചെയ്തപ്പോൾ അന്ന് ഈ ഹിന്ദു മഹാസഭയും RSS ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളൊന്നും അംബേദ്കർ പക്ഷത്തായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല 1930 കലാറാം ക്ഷേത്രം എന്ന് പറയുന്നത് നാസിക്കിനടുത്തുള്ള ക്ഷേത്രമാണ്. അംബേദ്കർ രണ്ടാമത് നടത്തുന്ന സമരം അവിടെയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ, അയിത്തജാതിക്കാരും പിന്നെ പരിഷ്കരണത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന സവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒക്കെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ആ സമരത്തിലൊന്നും ഈ അന്നത്തെ ഈ രാഷ്ട്രീയ ഹിന്ദുത്വത്തിൻ്റെ വക്താക്കളൊന്നും അങ്ങോട്ട് തിരിഞ്ഞൊരു നോക്കിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇന്ത്യയിൽ ഈ കൊളോണിയൽ ആധുനികതയുടെയും സാമൂഹ്യ നവീകരണ പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഘട്ടത്തിൽ സമൂഹത്തിൽ പരിവർത്തനാത്മകമായ ഒരു ജനാധിപത്യ നീതിയുടെയും തുല്യതയുടെയും സമത്വത്തിൻ്റെയും അധിഷ്ഠിതമായൊരു രാഷ്ട്രീയം
ഒരു രീതിയിൽ, പല രീതിയിൽ സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ, ഗാന്ധിയൻ രീതി പിന്തുടരുന്ന ആളുകൾ, കോൺഗ്രസിൽ തന്നെയുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ ജാതിവിരുദ്ധ സാമൂഹ്യ നീതി പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ ഈ സമൂഹം മാറണം, ഇവിടെ ജനാധിപത്യം വരണം, സമത്വാധിഷ്ഠിതമായ സമൂഹം വേണം, ബ്രിട്ടീഷുകാർ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞ് വലിയ രാഷ്ട്രീയ സമരങ്ങളും സാമൂഹിക പ്രക്ഷോഭങ്ങളും ഉണ്ടാകുമ്പോഴൊന്നും ആ പ്രക്ഷോഭങ്ങളിലൊന്നും പങ്കെടുത്ത ഒരു ചരിത്ര പാരമ്പര്യം ഇല്ലാതെ ഈ ജാതി ബ്രാഹ്മണ്യത്തിൽ അധിഷ്ഠിതമായൊരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിച്ചെടുക്കുക, അതിനുവേണ്ടി മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അവർ ഈ മതം മാറ്റം എവിടെയൊക്കെ അയിത്തജാതിക്കാർ മതം മാറും എന്ന് പ്രഖ്യാപിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർ പ്രത്യക്ഷപ്പെടുകയും മുസ്ലിങ്ങളാണ് നിങ്ങളുടെ മുഖ്യ ശത്രുക്കൾ എന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ ഈ ജനത, ഈ അയിത്തജാതി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നോക്കരും അയിത്തജാതിക്കളും ഈ പറഞ്ഞ ഗോത്ര സമൂഹങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ മുസ്ലിം വിരുദ്ധരാക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളൊക്കെ ചരിത്രത്തിൽ നടത്തിയിരുന്നെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അംബേദ്കർ, പിന്നെ മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ഹിന്ദുക്കളായി നിങ്ങൾ പരിഗണിക്കുന്നത് നിങ്ങൾ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടെടുക്കുമ്പോൾ മാത്രമാണ്. മുസ്ലിം വിരുദ്ധനായി ഞങ്ങൾ മുസ്ലിം വിരുദ്ധരായിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ സവർണ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ജാതി ഹിന്ദുക്കൾ ഞങ്ങളെ ഹിന്ദുക്കളായി പരിഗണിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറഞ്ഞാൽ ഹിന്ദുത്വത്തിൻ്റെ അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിൻ്റെ അപരത്വ സങ്കല്പമാണ് അയിത്തജാതിക്കാരെ, ശൂദ്രരായിട്ടുള്ള ആളുകളെ, അധ്വാനിക്കുന്നവരെ, ബഹുജനങ്ങളെ അപരരും ഹീനരുമായി മാറ്റി നിർത്തുന്ന ആ ഹീനതാ സങ്കല്പം എന്ന് പറഞ്ഞാൽ അപരത്വ സങ്കല്പം. ആ അപരത്വ സങ്കല്പം മുസ്ലിങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ട് ഈ കീഴാള ബഹുജനങ്ങളെ ഹിന്ദുവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു